അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളെ BSF ക്യാമ്പസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാനായിട്ട് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് കാണാം കേട്ടോ. അതെ, തൊട്ട് പുറകിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് BSF ക്യാമ്പിൻ്റെ ഉള്ളിൽ. ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് അല്ല, ഗസ്റ്റ് ഹൗസാണ്. ക്വാർട്ടേഴ്സ് പിന്നെയും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഒരു പ്രതാലയം പോലുള്ള. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. ഇനി അങ്ങോട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് കുറേ ഉണ്ട്, അങ്ങോട്ടുണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ വീഡിയോ എടുക്കാം, എന്തെങ്കിലും കാണിക്കാൻ പറ്റിയൊക്കെ കാണിക്കാം. ഓക്കെ, ആരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ വീഡിയോ. BSF ക്യാമ്പസിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ. അവര് ചൂലും കൊണ്ടൊക്കെ പോണേ. അവര് പുതിയ ഫാമിലി ആണെന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയേക്കണേ. ഇവിടെ ഇപ്പൊ നമ്മള് താനെ അടിച്ചു വാരണം. പുതിയ ക്വാർട്ടേഴ്സിലോട്ടൊക്കെ മാറുമ്പോ നമുക്ക് ആരും അടിച്ചു വരുത്തരില്ല. I love 87. അത് I love 87 ബറ്റാലിയൻ എന്നായിരിക്കും ഉദ്ദേശിക്കണം. 87 ബറ്റാലിയന്റെ പേരാ, ബറ്റാലിയൻ നമ്പർ. പപ്പയുടെ ഒക്കെ പറ്റില്ല 87. ഞങ്ങളുടെയൊക്കെ ബറ്റാലിയൻ 87 ബറ്റാലിയൻ. അവിടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അവിടെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. ഓപ്പൺ ജിം ഇല്ല, ദേടാ അവിടെ ചെറുതാണ്. ദേടാ പിള്ളേർക്കുള്ള സംഭവം അതൊക്കെ. എന്നാലും വലിയ ആൾക്കും യൂസ് ചെയ്യാം. നമ്മൾ അവിടെ യൂസ് ചെയ്യില്ലേ വലിയ ആൾക്കാർക്ക്. അതെ, അത് കണ്ടോ, അത് മൊത്തം മുരിങ്ങാക്കോലാ തൂങ്ങിക്കിടക്കണത്. ആരും ഇതുവരെ പറിച്ചിട്ടില്ല, ആർക്കും പറിക്കാൻ പറ്റണില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മുരിങ്ങാക്കോലിന്റെ മരത്തില് മുരിങ്ങാക്കോല കണ്ടിട്ട് കുറെ നാളായി. പിന്നെ അവരങ്കിള് ഞങ്ങളുടെ അങ്കിളാണിത്. ഒരുത്തൻ നടന്നു പോകണോണ്ടില്ല, രണ്ടുപേരുടെയും കൈ പിടിച്ചിട്ടുണ്ട്. പപ്പയുടെയും ആരുടെയും കൈ പിടിച്ചോണ്ട് മാവൻ പതുക്കെ നടക്കണേ ഉള്ളൂ. പപ്പ പറയണേ ഇവിടെ നടുക്ക് ആൾക്കാർ നടക്കണത് നടുക്കാണ്, സൈഡിൽ കൂടെ വണ്ടി പോണത്. ബിക്കോസ് എന്താ പറയാ, നടുക്ക് മൊത്തം കല്ലും കട്ടറൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ സൈഡിൽ കൂടെ മാത്രമേ എടുത്തോണ്ട് പോകാറുള്ളൂ. നമ്മുടെ ക്യാമ്പസിലെ പുതിയ റൂളാന്ന് തോന്നുന്നു ഇവിടുത്തെ. ടാങ്ക് അല്ലേടാ, വാട്ടർ ടാങ്ക് അല്ലേ അത്? അവര് പണിയണേ ഉള്ളൂ എന്ന് തോന്നുന്നു. ക്യാമ്പസ് മൊത്തം കാട് പോലെ ഉണ്ടായിരിക്കണത്. ബേറിന്റെ മരത്തിൽ ഒരു പേര് പോലും ട്രെയിനിങ് സംഭവം. ഇവിടെ ഞങ്ങക്ക് ട്രെയിനിങ് സംഭവം ഇല്ല. ട്രെയിനിങ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു. അവിടെ കുറെ റോപ്പ് ക്ലൈമ്പിങ്ങും അത് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പണ്ടൊക്കെ കുന്നത്ത് അവിടെ കളിക്കുമായിരുന്നു. പക്ഷെ ഈ ക്യാമ്പസിൽ അത് ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല. എന്ത് പറ്റിയാ അത് കൂട്ടാ? എവിടെ ട്രെയിൻ്റെ ഒച്ചേട്ടാ? അതെ, ട്രെയിൻ വരൂട്ടാ. ട്രെയിൻ അവിടെ ഫ്രണ്ടില്ല. ബാ നടക്കാം, ബാ ലെറ്റ്സ് ഗോ. ഇത്ര ഞങ്ങൾ വഴക്ക് കൊണ്ടപ്പോ സങ്കടപ്പെട്ടു നടക്കണേന്ന്. അതുകൊണ്ട് ഡാഡയുടെ തലക്കറി ഇരിക്കണേ. അത് കൂട്ടാ എന്തിനാ സങ്കടം വന്നേപ്പാ? പറയില്ല. എവിടെ ഹോസ്പിറ്റല്? അവിടെ പിന്നെ ക്യാമ്പിന് ഹോസ്പിറ്റൽ ഉണ്ടാവൂലടാ. അമ്മ ഇവിടെ കൊണ്ടേ കാണിച്ചിരുന്നത് പനി വന്നപ്പോ. വൈറ്റ് കളറിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. പിള്ളേരൊക്കെ സൈക്കിളോട്ട് പോകണ്ടില്ല അങ്ങോട്ടേക്ക്. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ അല്ലേ? എന്താണ്, ക്ലോതിങ് സ്റ്റോർ, റേഷൻ സ്റ്റോർ. ഞാനത് അതേട്ടുണ്ടോ കാണട്ടെ. കുറെ പട്ടാളക്കാരൊക്കെ നടന്നു പോകണുണ്ട് ഇവിടെ നിന്ന്. കുറെ പട്ടാളക്കാർ വരുന്നുണ്ട്. എന്താടാ പപ്പ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഒരു ആർമിയുടെ ജീപ്പ് നോക്കി, രസമുണ്ടല്ലേ കാണാനായിട്ട്. വാവ്, എന്തൊരു സൗണ്ട് കേട്ടാ. അതൊക്കെ ഇല്ലേ? ഇതേ അമ്പലം, ക്യാമ്പസിനുള്ളിൽ അമ്പലം. ടാറ്റയുടെ പിക്കപ്പ് വേണ്ട, അടിപൊളി പിക്കപ്പ്. വേറെ ഒരു ബറ്റാലിയനും കൂടിയുണ്ട്, 87 കൂടാതെ. അതാണ് 184 ബറ്റാലിയൻ. അപ്പൊ അവരുടെ ക്യാൻറ്റീനും റേഷൻ സ്റ്റോറും ഒക്കെയാണ് ഇത്. അവിടെ എല്ലാത്തിനും ഡിഫറെന്റ് ആയിരിക്കൂടാ. ഇവിടുത്തെ ചക്ക ഉണ്ടോ, കുഞ്ഞു കുഞ്ഞു ചക്ക. കാണാൻ പറ്റുന്നതോ എനിക്ക് അറിയില്ല, നടത്തുന്നുണ്ട് കാണിച്ചാൽ. നമ്മുടെ നാട്ടിലെ വലിയ വലിയ ചക്ക, ഇതിപ്പോ കുഞ്ഞു കുഞ്ഞു ചക്ക ഇവിടത്തെ. ഇവിടെയും ചക്കയൊക്കെ ഉണ്ട് കേട്ടാ. ആണ് പപ്പടക്ക മെസ്സ്. ഇവിടെ നിന്നാണ് ഇവർക്ക് ഫുഡ് വന്നത് അല്ലേ പപ്പക്ക്. ഫുഡ് എടുക്കണത് ഫുഡ് വന്നതും അല്ല, മെസ്സിന്നല്ല ഫുഡ് വന്നത്. അത് കൂട്ടി ഇറങ്ങി നടക്കും മുത്തുമാണി. അപ്പൊ ഇത് എസ്ഒസിന്റെ മെസ്സാണിത്. എസ്ഒസിന്റെ മാത്രമല്ല, അവരുടെ മെസ്സാണ് കേട്ടോ അത്. നല്ല വാക്ക് വേ എന്ന് പറയുന്നത് നടക്കണ സ്ഥലം. നല്ല രസമുണ്ടല്ലേ, മരങ്ങളും അത് ഇതൊക്കെ ആയിട്ട്. എന്ത് എന്തിന്റെ ഡെഫിനിഷൻ? പപ്പ
അവൻ മറ്റേ ഡെഫിനിഷൻ പറയാൻ പറയണ് എന്താ എസോസിന്റെ ഒക്കെ അവക്ക് ശരിക്കും പറയാം അവക്കും വിട്ടുപോയാ അതല്ലേ സപ്പോർട്ടിംഗ് ഓഫീസർ അത് എന്തിനൊക്കെ സ്റ്റാറുള്ളത് SOS എന്നാ പറഞ്ഞു സ്റ്റാർ ഉള്ള എസോസ് പിന്നെ അതിന് താഴെയുള്ളത് കോൺസ്റ്റബിള് സിപ്പാഹി ഹെഡ് കോൺസ്റ്റബിള് സിപ്പാഹി അങ്ങനെയൊക്കെയാണ് വേറെ കുറെ റാങ്കിങ് ഒക്കെ ഉണ്ടടാ അത് മാത്രമല്ല വേറെ ഒക്കെ ഉണ്ട് റാങ്കിങ് സിഒ ആണ് ഹയസ്റ്റ് റാങ്ക് അല്ലേ സിഒ ഹയസ്റ്റ് റാങ്ക് കിട്ടാ ഏട്ടാ കാണാൻ പറ്റുന്ന അറിയില്ല അതെ വണ്ടികൾ ആർമിക്കാരുടെ വണ്ടികൾ കിടക്കണുണ്ട് അശോക് ലേലാൻഡ് ബസ് ടാറ്റയുടെ എന്താ പറയുക ട്രക്ക് അശോക് ലേലാൻഡ് ടാറ്റയുടെ കൂടുതൽ ഇതേ പഴയത് എൻ്റെ അമ്മോ ഷോടാ ലൈറ്റിലാണ്ടായിപ്പോയി പഴയ ടാറ്റയുടെ വാവ് പറയുമ്പോൾ ഏഷ്യറിൻ്റെ ബസ് അല്ല അവര് ഇതില്ലെന്ന് ഇതേപോലെ ആർമിക്കാരെ ഏഷ്യറിൻ്റെ ബസ്സാണ് ആ ബസ് രസമുണ്ട് കേട്ടാ ഫുള്ള് വണ്ടികളാ ഞങ്ങള് വാതുകൊട്ടുന്ന ഏഷ്യൻ്റെ ആർമി ട്രക്കിൽ കയറ്റി ആർമി ട്രക്കിൽ ആദ്യക്കൊട്ട് ഹായ് ഇവിടെ വണ്ടി കയറിയിരിക്കണേ അതേ നോക്കിയേ ഇതാട്ടാ ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ ഹായ് അടിപൊളി ആദ്യമായിട്ടാ ആർമി ട്രക്കിൽ കയറണത് അതൊക്കെ ഓടിക്കാനായിട്ടൊരു ഇത് വേണം അതുകൊണ്ടും ട്രാക്ടർ കയറി ഇറങ്ങട്ടെ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കര പാടാ അതൊക്കെ ഓരോരോ വണ്ടികൾ കയറിയിരിക്കും കേട്ടാ അടുത്തതിൽ ആംബുലൻസ് കൊള്ള അപ്പൊ ഞങ്ങൾ ഇറങ്ങിയേട്ടാ രാത്രിയായി കുറേ ഗണ്ണുകൾ കണ്ട് കാരണം മെഷീൻ ഗൺസ് വെറൈറ്റി മെഷീൻ ഗൺസ് മാക്സിൻസ് പിന്നെ ബോബൊന്നും കാണാൻ പറ്റിയില്ല കുറേയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പിന്നെ ജിമ്മൊക്കെ അടച്ചിട്ടേക്കുക പക്ഷേ മെഷീൻ ഗൺസിൻ്റെ ഇതിനൊന്നും ഫോട്ടോ ഇല്ല വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്തോരം വെറൈറ്റീസ് എന്നറിയാമോ എല്ലാം എടുത്ത് നോക്കി ബുള്ളറ്റ്സ് നോക്കി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇപ്പം ഞങ്ങൾ കുറച്ച് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വന്നേക്കാം കാര്യം ഞങ്ങൾ ടുക്ടുക്കിലും കയറാൻ പോവാട്ടാ ഈ കയറില്ലെന്ന് പറയാതെ പറയരുത് ആയതുകൊണ്ട് ശരിക്കും കാണില്ല ഞങ്ങൾ ടുക്ടുക്കിൽ കയറിയിരുന്നു അതുകൂട്ടനെ ടുക്ടുക്കിൽ അതുകൂട്ടനെ കാണില്ലല്ലോ ഒട്ടും കാണില്ല ഭയങ്കര ഇരുട്ടായി BSF ഇവിടെ എത്തിയേട്ടാ നല്ല അടിപൊളി ഡ്രൈവ് ആയിരുന്നു എത്ര രൂപയാണാവോ ആവോ ഇതിന് ചോദിക്കണം ഇതിലാണ് ഞങ്ങൾ വന്നത് കണ്ട വാ അതുകൊട്ടെ വണ്ടി ഇപ്പൊ നേരെ പോയേട്ടാ 1.5 ലക്ഷം രൂപ ഉള്ളൂ കേട്ടോ 1,45,000 രൂപ ഉള്ളൂ ഇതിന് രജിസ്ട്രേഷൻ ഇല്ല പെർമിറ്റ് വേണ്ട ഒന്നും വേണ്ട അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇന്നത്തെ കഴിഞ്ഞ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ